ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ സോഷ്യൽ സയൻസ് ആട്ടോ. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണുക കേട്ടോ. നോക്കൂ, ഫ്രം ട്രേഡ് ടു പവർ ആണ് ഇനി എടുക്കാൻ പോകുന്നത്. എന്താണ് ട്രേഡിൽ നിന്ന് പവറിലേക്ക് അല്ലേ. ഇതുവരെ എന്താണ് പുറത്തുള്ള യൂറോപ്യൻസ് ഒക്കെ വന്ന് ഇവിടെ കച്ചവടമൊക്കെ നടത്തിയില്ലേ. ഈ കച്ചവടം ചെയ്തിട്ട് എന്താക്കിയപ്പോൾ നമ്മളെ ഭരണം തന്നെ അവർ എന്താണ് പിടിച്ചെടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഫ്രം ട്രേഡ് ടു പവർ അല്ലേ. എന്താണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. വി ഹാവ് ഡിസ്കഷൻ ഓൺ ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് ലെസൺ അല്ലേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിന്റെ എന്താണ് ഫസ്റ്റ് തന്നെ ചർച്ച ചെയ്തു അല്ലേ. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1600 അല്ലേ. അതായത് 1600 ഫോർ ട്രേഡ് വിത്ത് ഏഷ്യ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏഷ്യയുമായുള്ള ഈ ട്രേഡിനെ ബ്രിട്ടീഷുകാരെന്താണ് 1600-ലാണ് എന്താക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് നോക്കിയേ. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിനാണ് എസ്റ്റാബ്ലിഷ് ബ്രിട്ടീഷിന് ട്രേഡ് വിത്ത് ഏഷ്യ. ട്രേഡിന് വേണ്ടിയിട്ടാണ് എന്താക്കിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താക്കിയ ഏഷ്യയിൽ സ്ഥാപിച്ചത് അല്ലേ. എന്നാണ് ഏത് വർഷമാണ് 1600 അല്ലേ. 1600-ലാണ് ഈ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ഏഷ്യയിൽ ട്രേഡിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് obtained permission from then Mughal Emperor Jahangir to set up a factory in Surat, Gujarat. The company then started factories in different parts of India. After gaining dominance in Madras, Chennai, ഇപ്പോഴത്തെ മദ്രാസ് ആദ്യത്തെ പേര് മദ്രാസ്, ഇപ്പോൾ ചെന്നൈ അല്ലേ, ബോംബെ ഇപ്പോഴത്തെ പേര് മുംബൈ, ആൻഡ് കൽക്കട്ട ഇപ്പോഴത്തെ പേര് എന്താണ് കൊൽക്കട്ട. കമ്പനി ബിഗാൻ ടു ഇന്റർഫിയർ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ടെറിട്ടറീസ്. അപ്പോൾ എന്താണ് കമ്പനിയുടെ ആരായിരുന്നു റെപ്രസെൻറ്റേറ്റീവ് ആരാ, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ എന്താണ് ഒരു കച്ചവടത്താവളം ഫാക്ടറി സ്ഥാപിച്ചു അല്ലെ. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്താക്കി കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, മുംബൈ, കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ എന്താണ് ഇടപെടാൻ തുടങ്ങിയില്ലേ. അവിടുത്തെ ഭരണത്തിൽ എന്താക്കി കമ്പനി ഇടപെടാൻ തുടങ്ങിയില്ലേ. ആദ്യം എന്താക്കി അവിടുത്തെ ജഹാംഗീർ അല്ലെ, മുഗൾ എംപറായ ജഹാംഗീറിനോട് എന്താക്കി അവിടെ പെർമിഷൻ വാങ്ങിയില്ലേ. പിന്നെ എന്താക്കി അവിടുത്തെ ഭരണകാലത്തിലൊക്കെ ഈ ട്രേഡിന് വേണ്ടി അവർ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ എവിടെയൊക്കെയാണ് അവർ എന്താണ് ആധിപത്യം നേടിയത്, ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങിയത്? ചെന്നൈയിലും മുംബൈയിലും കൊൽക്കത്തയിലും അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ നോക്ക്, മദ്രാസിലും അതായത് ചെന്നൈയിലും മുംബൈയിലും കൊൽക്കത്തയിലൊക്കെ എന്താക്കി ഇവിടെ ഇടപെടാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ. ഇവിടെ നോക്കിയ സൈഡിൽ ഇൻ 1639 ദ നേറ്റീവ് കിങ് ദമർല വെങ്കിട്ടദ്രി നായക ceded the port of Madras to the British for a long period with the condition that he would get half of the ടോൾ റവന്യൂ ഓഫ് ദ പോർട്ട്. എന്താണ് 1639 മദ്രാസ് ഫോർട്ടിന്റെ എന്താണ് മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന് ഉപാധിയോടെ എന്താക്കി പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രിയ നായക ദീർഘകാലത്തേക്ക് എന്താക്കി മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പൊ 1639 എന്താണ് മദ്രാസ് തുറമുഖത്തിന്റെ നോക്കൂ, മദ്രാസ് ബ്രിട്ടീഷ് എന്തായാലും കുറെ കാലത്തേക്ക് എന്താക്കി അത് ട്രോൾ പിരിവ് എന്താക്കി പകുതി രാജാവിന് കൊടുക്കണം എന്നുള്ളതിൽ. ഏത് രാജാവാണ്? ഡമർല വെങ്കിട്ടരാജ് നായക എന്താക്കി ഇവർക്ക് എന്താക്കി ബ്രിട്ടീഷുകാർക്ക് നൽകി അല്ലെ. എന്തുപാധിയോടെയാണ്? ഈ ചുങ്ക വരുമാനത്തിന്റെ അല്ലെ എന്താണ് ടോൾ റവന്യൂ അല്ലെ. ഈ ടോൾ റവന്യൂവിന്റെ ഹാഫ് എന്താക്കണം ഈ രാജാവിന് നൽകണം എന്നും പറഞ്ഞിട്ട് എന്താക്കി ടോൾ റവന്യൂവിന്റെ പകുതി ഈ രാജാവിന് നൽകണം എന്നുള്ള ഉപാധിയോടെ എന്താക്കി അവിടുത്തെ രാജാവ് എന്താക്കി ദീർഘകാലത്തേക്ക് ഈ മദ്രാസിലെ ഈ പോർട്ട് ഓഫ് മദ്രാസ് എന്താക്കി ഈ ബ്രിട്ടീഷുകാർക്ക് എന്താക്കി കൊടുത്തു അല്ലേ. പിന്നെ ഇവിടെ പറയുന്നത് എന്താ നോക്കിയേ,
Bombay was gifted to the British King Charles II when he married the Portuguese Princess Catherine in 1662. It was later handed over to the English East India Company. അല്ലേ പിന്നെന്താണ് 1662 അല്ലേ 1662 ഈ പോർച്ചുഗീസ് രാജകുമാരിയെ ആയ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് എന്താക്കി ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണെന്ത് ഈ ബോംബെ എന്ന് പറയുന്ന ബോംബെ അല്ലേ പിന്നെന്താണ് പിന്നീട് ഈ പ്രദേശം എന്താക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്താക്കി ഹാൻഡ് ഓവർ ചെയ്ത് അല്ലേ കണ്ടോ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് 1662 എന്താക്കി പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ ആരാ കല്യാണം കഴിച്ചത് ഈ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് അല്ലേ ഉപഹാരമായി കിട്ടിയതാണ് എന്ത് ഈ ബോംബെ അല്ലെ പിന്നീട് ഈ പ്രദേശം എന്താക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി പിന്നെ നോക്കിയേ ഫോർട്ട് വില്യം ആരൊക്കെയാണ് ഇതൊക്കെ എന്താക്കി അവരെ അധീനതയിലായത് അല്ലേ അപ്പൊ ഇതൊക്കെയാ പറഞ്ഞത് ഇവിടെ ഇവിടെ ഏതാ പറഞ്ഞിരുന്നത് മദ്രാസ് അല്ലെ പിന്നെ ഇവിടെ ബോംബെ പിന്നെ ഇവിടെ നോക്കി കൊൽക്കത്തേൻ്റെ ആണെങ്കിൽ പറയുന്നത് കേട്ടോ ഫോർ വില്യം വാസ് ബിൽഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1698 അറൌണ്ട് ദ 3 വില്ലേജസ് ഓഫ് സുദാനുട്ടി ഖാലിക്കട്ട ആൻഡ് Govindapur. Gradually the area became a town and came to be known as Calcutta. 1698 സുധനദി കാലിക്കട്ട ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ എന്താക്കി പണിത കോട്ടയാണെന്ത് വില്യം കോട്ട അല്ലെ ഫോർട്ട് വില്യം. ക്രമേണ ഈ പ്രദേശം എന്താക്കി ഒരു സിറ്റി ആയി മാറി അല്ലെ ഏരിയ ഒരു ടൗൺ ആയി മാറി പട്ടണമായി മാറി പിന്നെ എന്താക്കിയത് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ 3 എങ്ങനെ അവരെ കയ്യിലെത്തിയെന്ന് മനസ്സിലായില്ല അല്ലേ. അപ്പോൾ 1698 എന്ത് ഈ 3 സ്ഥലങ്ങൾ അല്ലേ 3 ഗ്രാമങ്ങൾ എന്താക്കി 3 ഗ്രാമങ്ങൾ ഏതൊക്കെയാണ് സുധനദിയും കാലിക്കട്ടയും ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ എന്താണ് വലിയൊരു കോട്ട പണിതു അല്ലേ. അതിന്റെ പേരാണ് വില്യം കോട്ട അല്ലെ ഫോർട്ട് വില്യം. ക്രമേണ എന്താക്കി ഈ പ്രദേശം ഒരു ടൗണായി മാറി പിന്നെ അത് എന്താക്കി ഈ 3 കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ ദെൻ അങ്ങനെയാണ് എന്ത് ഇതൊക്കെ വരെ അധീനത്തിലായത് അല്ലേ. പിന്നെ എന്താക്കിയത് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് ദ പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. ദ നവാബ് ഓഫ് ബംഗാൾ സിറാജ് ഉദ് ദൗല was defeated in this battle by the forces of the East India Company led by Robert Clive. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിയാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്താണ് 1757 പ്ലാസ യുദ്ധത്തിലൂടെയാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഈ പൊളിറ്റിക്കൽ ഡൊമിനൻസ് സ്ഥാപിക്കുന്നത് 1757 എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണ് അല്ലെ. പ്ലാസി യുദ്ധത്തിലൂടെയാണ് എന്ത് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം. ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് എന്താക്കുക ഒരു ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. നമുക്ക് കിട്ടുന്ന പോയിന്റ് ഒക്കെ പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വരും. ഓക്കെ അപ്പം 1757 എന്ത് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇന്ത്യയിൽ എന്താക്കിയത് പ്ലാസി ബാറ്റിലൂടെ സ്ഥാപിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെന്താണ് ബംഗാളിലെ നവാബായിരുന്ന ആരാ സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലെവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അല്ലെ. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താക്കി ഇവരെ പരാജയപ്പെടുത്തി അല്ലെ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ റോബർട്ട് ക്ലെവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരെ പരാജയപ്പെടുത്തി ബംഗാളിലെ നവാബായിരുന്ന എന്താ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി അല്ലെ. അപ്പം എന്താണ് ബംഗാളിന്റെ ബംഗാൾ പിടിച്ചെടുത്തപ്പോൾ തന്നെ എന്താ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളൊക്കെ ഈ ബ്രിട്ടീഷുകാർ തന്റെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. ഇന്ത്യ തന്നെ എന്താക്കി ഇന്ത്യനെ തകർക്കാനുള്ള മുതലുണ്ടാക്കി അവരുണ്ടാക്കി അല്ലെ. എന്താണ് കാർഷിക സമ്പന്നമായ ബംഗാളിൽ അല്ലെ. ബംഗാളിൽ കാർഷിക വൃത്തിയിൽ ഭയങ്കര ഇതുള്ള പേരുള്ളായിരുന്നു അല്ലെ. അവിടെ നല്ല കാർഷിക വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭൂനികുതി കൊണ്ട് എന്താക്കി ഈ ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ എന്താണ് 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ എന്തായി ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി അല്ലെ. അപ്പൊ അവിടെയൊക്കെ എന്താക്കി ഈ നികുതി ഏതിലാണ് ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലെ
നോക്കൂ, ബാറ്റിൽ ഓഫ് ബക്സാർ അല്ലേ 1764 കമ്പനി എന്താക്കി, അവിടെ ടാക്സ് ഒക്കെ എന്താക്കി, അവിടെ നിന്ന് കളക്ട് ചെയ്ത് അല്ലേ, ബീഹാർ, ബംഗാൾ, ഒറീസ അല്ലേ, അവിടെ നിന്നൊക്കെ എന്താക്കി ഈ അപ്പോൾ എന്താണ്, ബീഹാർ, ബംഗാൾ, ഒറീസ അല്ലേ, അവിടത്തെയൊക്കെ എന്താക്കി ടാക്സ് പിരിക്കാനുള്ള അവകാശം എന്താക്കി ആ ബാറ്റിൽ ഓഫ് ബക്സാർ എന്നുള്ള യുദ്ധത്തോടു കൂടി കമ്പനി എന്താക്കി കൈക്കലാക്കി, സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി അല്ലേ. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, പിന്നെന്താണ് ഷാ ആലം ടു അല്ലേ, അവന് പിന്നെ അവധിയിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗല അല്ലേ, എന്താണ് നവാബ് ഓഫ് ഉദ് ഷുജാ ഉദ് ദൗല, പിന്നെ എന്താണ് ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം അല്ലേ, മിർ ഖാസിം, അവരൊക്കെ എന്താണ് ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണെന്ത് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയല്ലേ. ഇവരെയൊക്കെ ബ്രിട്ടീഷ് എന്താക്കി ഡിഫീറ്റ് ചെയ്തു അല്ലേ. ആരൊക്കെ, മുഗൾ റൂളറായ ഷാ ആലം സെക്കൻഡിനെയും നവാബ് ഓഫ് ഊദ് ഷുജാ ഉദ് ദൗലയെയും പിന്നെ അതുപോലെ നവാബ് ഓഫ് ബംഗാൾ മിർ ഖാസിമിനെയും ഈ ബാറ്റിലൂടെ എന്താക്കി ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, സെൻഡ് മീ 2000 സോൾജിയേഴ്സ് ഐ വിൽ കോൺഗർ ഇന്ത്യ, റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ് അല്ലേ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാമെന്ന് റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ് അല്ലേ. യു ഹാവ് റീഡ് ദ വേർഡ്സ് ഓഫ് റോബർട്ട് ക്ലൈവ് ഹു വാസ് ദ മിലിറ്ററി കമാൻഡർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ. ഇതാരാണ് റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണ് അല്ലേ ഈ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയോ? ഡിസ്യൂണിറ്റി അമംഗ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലേ, എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഡിസ്യൂണിറ്റി, അനൈക്യം അല്ലേ, ഐക്യമല്ല, എവിടെ നമുക്ക് ഐക്യമാണ് വേണ്ടത് അല്ലേ. അപ്പം ഡിസ്യൂണിറ്റി അന്നേ ഉണ്ട് അല്ലേ നമ്മളെ ഇന്ത്യയിൽ. അപ്പോൾ ഡിസ്യൂണിറ്റി ആണ് നാട്ടുരാജ്യങ്ങളുടെ ഇടയിലുള്ള ഡിസ്യൂണിറ്റി ആണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഒന്ന്. പിന്നെ മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രീമസി ഓഫ് ദ ബ്രിട്ടീഷ്, പിന്നെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ അല്ലേ. പിന്നെന്താണ് ബ്രിട്ടീഷുകാരുടെ നല്ല ടെക്നോളജിക്കൽ ആയിട്ടുള്ള മിലിറ്ററി ആയിട്ടുള്ള പവർ ഉണ്ടായിരുന്നു അല്ലേ അവർക്ക്. പിന്നെന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, പ്രിൻസ്ലി സ്റ്റേറ്റ് ആൻഡ് ദ കമ്പനി, നാട്ടുരാജ്യങ്ങളും കമ്പനിയും അല്ലേ. പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ. ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേർ സബ്ജഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ വാർസ് ആൻഡ് ഡിപ്ലോമസി. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളുടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് അല്ലേ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ യുദ്ധത്തിലൂടെയും വാറിലൂടെയും ഡിപ്ലോമസിയിലൂടെയും അല്ലേ യുദ്ധങ്ങളുടെയും നയതന്ത്രങ്ങളിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ അവരെ പരാജയപ്പെടുത്തിയത്. ദ ആംഗ്ലോ മൈസൂർ വാർ were fought between the southern princely state of Mysore and the English East India Company. The Mysore army was led by Hyder Ali, who was the ruler of Mysore, and his son Tippu Sultan. The company army and the Mysore sultans clashed 4 times. After Hyder Ali's death in 1782, Tippu Sultan commanded the Mysore forces in the Fourth Mysore War of 1799. Mysore fell when Tippu Sultan was killed by the company forces. നമ്മളെ സൗത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ അല്ലേ. ആംഗ്ലോ മൈസൂർ വാർ. ഈ ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറഞ്ഞാൽ ഈ സൗത്തേൺ പ്രിൻസ്ലി സ്റ്റേറ്റും മൈസൂർ അല്ലേ, അതായത് സൗത്തേൺ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂരും പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടി നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ വാർ അല്ലെ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മൈസൂരിലെ രാജാവായിരുന്നത് ഹൈദരലി അല്ലെ. ഹൈദരലിയും പിന്നെന്താ അവിടെ പറയുന്നത് നോക്കിയ മക്കളെ, മകൻ ടിപ്പു സുൽത്താൻ. അപ്പൊ ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താൻ അല്ലേ, നമ്മൾ കേട്ടില്ലേ നമ്മളെ ടിപ്പു സുൽത്താന്. ടിപ്പു സുൽത്താൻ അല്ലേ, നമ്മള് മൈസൂരൊക്കെ പോകുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ കോട്ടയൊക്കെ കാണാൻ പോകാറില്ലേ. അപ്പോൾ ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ അല്ലേ, മൈസൂരിലെ രാജാവായ ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താനും മൈസൂർ സേനയെ നയിച്ചത് അല്ലേ. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും
തമ്മിൽ ഏറ്റുമുട്ടി അല്ലെ. 4 തവണയാണ് എന്ത് കമ്പനി സൈന്യവും മൈസൂർ സുൽത്താന്മാരും എന്താക്കി ഏറ്റുമുട്ടിയത് അല്ലെ. 1782 ഹൈദരലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു അല്ലെ. 1782 എന്തായി ഹൈദരാലി മരിച്ചു. അതിന് ശേഷമാണ് എന്ത് ടിപ്പു സുൽത്താന് ഈ ഇതിന്റെ മൈസൂർ ഫോഴ്സിന്റെ കമാൻഡർ ആയത് അല്ലെ. അപ്പം നയിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ മരണാന്തരം അല്ലെ, അച്ഛൻ മരിച്ചപ്പോൾ മകൻ എന്താക്കി മൈസൂർ സേനയെ നയിച്ചു അല്ലെ. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അല്ലെ. അങ്ങനെ എന്താക്കി 1799 എന്താക്കി ടിപ്പു സുൽത്താൻ എന്താക്കി ഈ കമ്പനി കൊന്നു അല്ലെ. അപ്പൊ അതിലൂടെ എന്താക്കി ആ പ്രദേശം അല്ലെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അല്ലെ. 4th മൈസൂർ വാർ അല്ലെ. ഇതിലാണ് എന്താക്കിയത് ടിപ്പു സുൽത്താനെ അവര് വധിച്ചത് അല്ലെ. ഓക്കെ, ഇപ്പൊ നന്നായി മനസ്സിലാക്കി പോവുക കേട്ടോ. പിന്നെ ഇതാണ് ടിപ്പു സുൽത്താൻ കേട്ടോ. Then the Anglo-Maratha wars were fought between the English East India Company and the Maratha Kingdom. With the Third Anglo-Maratha War, the Maratha territories came under the British control with the defeat of Sikhs in the Anglo-Sikh wars between the English East India Company and the Sikh Punjab came under the British rule. എന്താ അവിടെ പറയുന്നത്? ഇനി നോക്കിയേ, ആംഗ്ലോ മറാത്ത വാർ ആരൊക്കെ തമ്മിലാണ് നടന്നത് നോക്കിയേ. ആംഗ്ലോ മറാത്ത വാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത കിങ്ഡവും കൂടി തമ്മിൽ നടന്ന യുദ്ധമാണെന്ത് ആംഗ്ലോ മറാത്ത വാർ അല്ലേ. അതിൽ എന്താക്കി മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാറിൽ എന്താക്കി മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ അല്ലെ വാറിൽ എന്തായി ഈ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്തായി ഈ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി അല്ലെ. ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി എന്ത് ഈ മറാത്ത ടെറിട്ടറീസ്. ഏതില് തേർഡ് ആംഗ്ലോ മറാത്ത വാറിൽ ഈ മറാത്ത ടെറിട്ടറീസ് എന്താക്കി ബ്രിട്ടീഷ് കൺട്രോളിലായി അല്ലെ. പിന്നെ വിത്ത് ദ ഡിഫീറ്റ് ഓഫ് സിഖ്സ് ഇൻ ദ ആംഗ്ലോ സിഖ് വാർ ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദ സിഖ്. ഇനി അടുത്ത് എന്താണ് നോക്കിയേ. അപ്പോൾ ആംഗ്ലോ മറാത്തന്റെ കഴിഞ്ഞ് ഇനി നോക്കിയേ സിഖുകാർ അല്ലെ. ആംഗ്ലോ സിഖ് വാർ അല്ലെ. ആംഗ്ലോ സിഖ് വാറും ആംഗ്ലോ സിഖ് വാറിൽ എന്താക്കി ആരൊക്കെയാണ് ആംഗ്ലോ സിഖ് വാറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് ആംഗ്ലോ സിഖ് വാർ. ആംഗ്ലോ മറാത്തയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത കിങ്ഡവും കൂടി തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് ആംഗ്ലോ മറാത്ത. ഇനി എന്താണ് ആംഗ്ലോ സിഖ് വാറോ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത് ആംഗ്ലോ സിഖ് യുദ്ധം അല്ലെ വാർ. ആ യുദ്ധത്തിൽ എന്താണ് സിഖുകാരുടെ പരാജയത്തോടെ എന്താക്കി ഈ പഞ്ചാബ് ബ്രിട്ടീഷ് കൺട്രോളിലായി അല്ലെ, ബ്രിട്ടീഷ് റൂളിലായി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ പഞ്ചാബ് എങ്ങനെയാണ് സിഖുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടി നടന്ന യുദ്ധത്തിൽ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിച്ചു അല്ലെ. അങ്ങനെ പഞ്ചാബ് എന്താക്കി ബ്രിട്ടീഷ് റൂളിലായി. അതേപോലെ ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ മറാത്ത കിങ്ഡം മറാത്തേനെ എന്താക്കി ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു അല്ലെ. അപ്പൊ അതെന്തായി ബ്രിട്ടീഷ് കൺട്രോളിലായി. ഓക്കെ, മൈസൂരും അങ്ങനെ തന്നെ അവരുടെ കൺട്രോളിലായി അല്ലെ. അങ്ങനെയാണ് എന്ത് ബ്രിട്ടീഷുകാർ ഓരോ സ്ഥലവും പിടിച്ചെടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ ഒക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ആംഗ്ലോ മറാത്ത വാറും ആംഗ്ലോ മൈസൂർ വാറും ആംഗ്ലോ സിഖ് വാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അത് ആര് തമ്മിൽ നടന്നാണ്, ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഈ ബ്രിട്ടീഷ് റൂൾ ആയത് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. കിട്ടിയ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. ഇനി നോക്കൂ, ദ എയിം ഓഫ് ദ ബ്രിട്ടീഷ് വാസ് ടു procure maximum wealth from the conquered territories. The method adopted by them for this include trade, tax collection and wars. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാർ എന്താ ചെയ്ത്? ബ്രിട്ടീഷുകാർ എയിം എന്താണ്? ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് എന്താക്കുക, കൈക്കലാക്കുകയായിരുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. എയിം എന്ന് പറയുന്നത് എന്താണ്? പരമാവധി സമ്പത്ത് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കുക എന്നുള്ളതിന് അല്ലെ. അതിനായി അവർ സ്വീകരിച്ച മാർഗം എന്താണ്? ട്രേഡ്, പിന്നെന്താണ് ടാക്സ് കളക്ഷന്, ട്രേഡ് ടാക്സ് കളക്ഷന് വാർ അല്ലെ. ഇതൊക്കെ വെച്ചിട്ട് എന്താക്കി അവര് അവിടുന്ന് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ നമ്മളെയൊക്കെ. Then the tax policies implemented by the British. എന്താണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ അല്ലെ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ എന്താണ് ടാക്സ് പോളിസീസ് എന്തൊക്കെയാന്ന് നോക്കിയ ടാക്സ്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് 1793 അല്ലെ. എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് 1793. ഇംപ്ലിമെന്റഡ് ഏരിയ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാ നോക്കിയ ബംഗാൾ, ബീഹാർ, ഒറീസ. പിന്നെ നടപ്പിലാക്കിയ വ്യക്തി ആരാണ്? ലോൺ കോൺവാലിസ്. ഇനി അതിന്റെ ഫീച്ചർ എന്താണ്? സവിശേഷത
ആ ഈ ഭൂമുടകളായിരുന്ന ജമീന്ദാസ് പിന്നെന്താണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്ക് എന്താക്കി നികുതി പിരിച്ചു അല്ലേ. അവിടെ ഭൂമിന്റെ ഉടമകളായ ലാൻഡ് ലോഡ്സ് ആയിരുന്ന അവരെന്താക്കി ഹൈ ടാക്സിൽ എന്താക്കി ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാക്കി നികുതി പിരിച്ചു അല്ലേ, ടാക്സ് പിരിച്ച്. ഫാമേഴ്സ് were required to pay fixed amount as tax regardless of fluctuations in yield അല്ലേ. എന്താണ് വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ എന്താക്കി നിശ്ചിത ഒരു ഫിക്സഡ് ആയിട്ടുള്ള തുക എന്താക്കി ഈ കർഷകർ നിർബന്ധമായിട്ട് എന്താക്കി ടാക്സ് ആയിട്ട് നൽകണമായിരുന്നു. അവർക്ക് ചിലപ്പോൾ എന്താണ് നഷ്ടങ്ങളൊക്കെ വരില്ലേ, ആ നഷ്ടമൊന്നും ഇവർ അറിയണ്ട, എന്താണ് എന്തെന്നാലും ഇവർ ഫിക്സ് ചെയ്ത ആ എമൗണ്ട് എന്താക്കണം ടാക്സ് ആയി കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് അവർ പറഞ്ഞു അല്ലേ. പിന്നെന്താണ് അടുത്ത് നോക്കിയേ, വേറെ എന്താ ടാക്സ് ഉള്ളത് നോക്കിയേ, ഇതാ റയോട്ട്വാരി സിസ്റ്റം. എന്താണ് റയോട്ട്വാരി സിസ്റ്റം എന്താണ്, ആരാണ് നടപ്പിലാക്കിയ പ്രദേശം എവിടെയാണ്, സൗത്ത് ഇന്ത്യയിലും ഡെക്കനിലും അല്ലേ. പിന്നെ ആരാ നടപ്പിലാക്കിയ വ്യക്തി തോമസ് മൺട്രോ പിന്നെ അലക്സാണ്ടർ റീഡും ആണ് അല്ലേ. അതിന്റെ സവിശേഷത എന്താണ് പെസൻസ് വേർ കൺസിഡേർഡ് ആസ് ലാൻഡ്ലോർഡ്സ്. കർഷകരെ ഭൂമിന്റെ ഉടമകളായിട്ട് പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. പിന്നെന്താക്കി നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി എന്താക്കി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തില്ല. ടാക്സ് കൊടുക്കാത്ത ആൾക്കാരെ ഭൂമി ഈ ബ്രിട്ടീഷുകാർ എന്താക്കി പിടിച്ചെടുത്തു. ഇനി അടുത്ത് നോക്കിയേ മഹൽവാരി സിസ്റ്റം അല്ലെ. ഇനി എന്താണ് ഏത് ഇതാണ് അപ്പോൾ 3 ടാക്സ് ആയില്ലേ. ഏതൊക്കെയാണ് ഇപ്പോൾ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, പിന്നെ റോഡ്വാരി സിസ്റ്റം, പിന്നെ മഹൽവാരി സിസ്റ്റം അല്ലേ. പിന്നെ അത് ആരാണ് എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയ പ്രദേശം ഈ മഹൽവാരി സിസ്റ്റം 1822 അല്ലേ. നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും പഞ്ചാബിലും ആണ് അല്ലേ. പിന്നെന്താണ് നടപ്പിലാക്കിയ വ്യക്തി ആരാണ്, ഹോൾട്ട് മാക്കൻസി അല്ലേ. പിന്നെ അതിന്റെ ഫീച്ചർ എന്താണെന്ന് നോക്കിയേ, അതിന്റെ സവിശേഷത ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ് അല്ലേ. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയി കണക്കാക്കിയിട്ട് എന്താക്കി നികുതി പിരിച്ചു. പിന്നെ വില്ലേജ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെന്റ് വാസ് annexed ടു ബ്രിട്ടീഷ് ഇന്ത്യ. എന്താണ് നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്താക്കി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അല്ലേ. നികുതി വീഴ്ച വരുത്തുന്ന ആ ഗ്രാമത്തെ എന്താക്കി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂടി എന്താക്കി അവർ കൂട്ടിച്ചേർത്തു. Okay, let us examine the general features of the taxation system implemented by the British. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് നോക്കിയാൽ ഇത് എന്താ ടാക്സ് പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് അല്ലേ, അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. Then let us examine the general features of the taxation system implemented by the British. എന്തവിടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ടാക്സ് സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ നമുക്ക് എന്താ പരിശോധിക്കാം. ഹയർ ടാക്സ് റേറ്റ് ആയിരുന്നല്ലേ, ഭയങ്കര ടാക്സ് ആയിരുന്നല്ലേ. പിന്നെന്തൊക്കെയാണ്, പിന്നെന്താ നമുക്ക് പറയാ, അവിടെ ഇതിൽ നോക്കുക അല്ലേ. എന്താണ് അവിടെ ഹൈ ടാക്സ് ആണ്. പിന്നെന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് തന്നെ കൊടുക്കണം അല്ലേ. നമുക്ക് എന്താണ് വിളവിൽ ഏറ്റക്കുറച്ചിലൊന്നും പരിഗണിക്കാതെ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഒക്കെ എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് എന്താക്കണം ടാക്സ് ആയി കൊടുക്കണം അല്ലേ. പിന്നെന്താണ് ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു അല്ലേ. പിന്നെന്താണ് നികുതി മുടക്കിയ അറിയണം. ഇപ്പം ടാക്സ് കൊടുക്കാൻ ഫെയിലായ ആൾക്കാരെന്താക്കി ആ സ്ഥലം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അല്ലേ. പിന്നെന്താണ് ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് എന്താക്കി വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ് അല്ലേ. യൂണിറ്റ് ആയിട്ട് ഇതാക്കിയിട്ട് അല്ലേ നിന്ന് നേരിട്ട് നികുതി പരിഗണിച്ച് രാത്രി ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു അല്ലേ. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്താക്കി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഓക്കെ, ദെൻ അടുത്ത നോക്കിയാൽ വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടാക്സ് സിസ്റ്റം. എന്താണ് ബ്രിട്ടീഷുകാരുടെ ഈ ടാക്സ് സിസ്റ്റത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ പണമിടപാടുകാരിൽ നിന്ന് മണി ലെൻഡേഴ്സിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ എന്തായി നിർബന്ധിതരായി അല്ലേ. എന്താണ് ഇത് ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്താക്കി ഈ ബ്രിട്ടീഷുകാർ എന്താക്കും ഈ സ്ഥലം അവർ പിടിച്ചെടുക്കും അല്ലേ. അപ്പൊ അത് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി ഈ മണി ലെൻഡേഴ്സ് എന്താണ് പൈസ കടം കൊടുക്കുന്ന ആൾക്കാർ മണി ലെൻഡേഴ്സിൽ നിന്ന് എന്താക്കി ഈ അവരെന്താക്കി പണമിടപാടുകാരിൽ നിന്ന് എന്താക്കി പണം കടം വാങ്ങിയിട്ട് എന്താക്കി ഈ
ബ്രിട്ടീഷുകാർക്ക് ഒരു കൊടുക്കുന്ന ഈ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരായി അല്ലേ. തന്മൂലം കർഷകർ എന്തായി, കടക്കണിയിലായി അല്ലേ. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം എന്താണ്, ഈ മണി ലെൻഡേഴ്സിനുണ്ട്. അങ്ങനെ ഒക്കെ സൈൻ ചെയ്തിട്ടാണ് അവർ പൈസ കൊടുക്കുക അല്ലേ. അപ്പോൾ അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്താക്കുന്നത്, ഈ മണി ലെൻഡേഴ്സിന് എടുത്തിട്ട് എന്താക്കി കടം വാങ്ങി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മണി ലെൻഡേഴ്സിന് പൈസ കൊടുക്കണമല്ലോ. അപ്പം ആ പൈസ കൊടുക്കാൻ എന്താക്കി, കൊടുക്കാതെ ഇരുന്നാൽ എന്താക്കി, ഈ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം ഈ മണി ലെൻഡേഴ്സിന് ഉണ്ടായിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും അതുപോലെ എന്താക്കി, ഈ ടാക്സ് സിസ്റ്റവും പണമിടപാടുകാരെ മണി ലെൻഡേഴ്സിനെ എന്തായി പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു അല്ലേ. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ എന്താണ്, അവിടെ നമുക്ക് ഭക്ഷ്യവിളകൾ മാത്രമല്ല, ഫുഡ് ക്രോപ്സ് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് അല്ല, എന്താണ് ബ്രിട്ടീഷ് ഫോഴ്സ് ചെയ്തതാണ് ഗ്രോ ക്യാഷ് ക്രോപ്സ് സച്ച് ഇൻഡിഗോ, കോട്ടൺ അല്ലേ. അവർക്ക് ആവശ്യമുള്ള എന്താണ്, ഇൻഡിഗോയും കോട്ടണും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി, ഈ കർഷകരെ ഇവരെന്താക്കി നിർബന്ധിച്ചു അല്ലേ, ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു അല്ലേ. ഫുഡ് ക്രോപ്സ് മാത്രം ചെയ്താൽ പോരാ, അതുപോലെ എന്താണ് ഈ ക്യാഷ് ക്രോപ്സ് ആയ ഇൻഡിഗോയും കോട്ടനും കൂടി എന്താക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർഷകരെ എന്താക്കി ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു അല്ലേ. ഈ അതുപോലെ എന്താണ് ക്യാഷ് ക്രോപ്സിന് വ്യാപനം എന്താണ്, ഈ ഭക്ഷ്യവിളകൾ കുറയുന്നതിനും അല്ലേ. ഈ ഫുഡ് ക്രോപ്സ് കുറയും. ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കുമ്പോൾ എന്താക്കി, ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ ഫുഡ് ക്രോപ്സ് എന്താക്കി കുറഞ്ഞു അല്ലേ, കുറയുന്നതിനും അതുപോലെ എന്താക്കി ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു അല്ലേ. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ ഈ മണി ലെൻഡേഴ്സിനെ സഹായിച്ചു. വിളവെടുത്ത് കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു അല്ലേ. വിളവെടുത്ത് കഴിഞ്ഞാൽ എന്താക്കി, ഈ ഉൽപ്പന്നങ്ങൾ കിട്ടിയ വിലക്ക് വിൽക്കേണ്ടതായ അവസ്ഥ വന്നു അല്ലേ. ബ്രിട്ടീഷുകാരുടെ ഈ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയാൽ ബ്രിട്ടീഷുകാർ ഈ സാധാ എല്ലാവരോടും ചെയ്ത ഇന്ത്യക്കാരോട് ചെയ്ത പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവർക്ക് എന്താണ്, അവർക്ക് വേണ്ടത് എന്താണ്, ഫുഡ് ക്രോപ്സ് വേണം, അത് കുറച്ച് ചെയ്താൽ മതി. പിന്നെന്താ, ക്യാഷ് ക്രോപ്സ് ആണ് അവർക്ക് ലാഭം അല്ലേ. അപ്പോൾ ക്യാഷ് ക്രോപ്സ് ആയ ഇൻഡിഗോയും കോട്ടനും എന്താക്കി കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. അത് ഫലമായിട്ട് എന്താക്കി, ഈ അവർക്ക് ഫുഡൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണ് അല്ലേ. ഫുഡ് ഷോർട്ടേജ് വന്നു അല്ലേ. പിന്നെന്താണ്, ഇത് ഈ കൊമേഴ്ഷ്യലൈസേഷൻ എന്താക്കി, അഗ്രികൾച്ചറിലുള്ള ഈ കൊമേഴ്ഷ്യലൈസേഷൻ എന്താക്കി ഇൻക്രീസ് ചെയ്ത് അതെന്താക്കി, ആരെയാണ് സഹായിച്ചത്, മണി ലെൻഡേഴ്സിനെ അല്ലേ. മണി ലെൻഡേഴ്സിനെ സഹായിച്ചു. ഈ മണി ലെൻഡേഴ്സ് എന്താക്കി ഫാർമേഴ്സിനെ എന്താണ് ചൂഷണം ചെയ്തു അല്ലേ, എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആഫ്റ്റർ ദ ഹാർവസ്റ്റ് അല്ലേ, ഹാർവസ്റ്റിന് ശേഷം എന്താക്കി ഫാർമേഴ്സ് എന്താക്കി അവർക്ക് കിട്ടിയ വിലക്ക് എന്താക്കി വിൽക്കേണ്ടി വന്നു അല്ലേ സാധനങ്ങൾ. ലെറ്റ് us examine how the British tax policies affected farmers. ബ്രിട്ടീഷുകാരുടെ ഈ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് എങ്ങനെയാണ് ഫാമേഴ്സിനെ എഫക്റ്റ് ചെയ്തതെന്ന് നോക്കാം നമുക്ക്. ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ദ ഹൈ ടാക്സസ് അല്ലേ. ഹൈ ടാക്സ് അല്ലെ, ഹൈ നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി അല്ലേ. പിന്നെ അതുപോലെ എന്താണ്, ഈവൺ ഇഫ് ക്രോപ്പ് വാസ് ഡാമേജ്ഡ് ഡ്യൂ ടു ഫ്ലഡ് ഓർ ഡ്രൗട്ട് ദർ വാസ് നോ ടാക്സ് റിലീഫ് അല്ലേ. അതുപോലെ ഫ്ലഡ് പറഞ്ഞാൽ എന്താ, വെള്ളപ്പൊക്കം. പിന്നെ അതുപോലെ എന്താണ്, ഡ്രൗട്ട് വരൾച്ച അല്ലേ. മൂലം എന്താണ്, കൃഷിനാശം സംഭവിച്ചാൽ എന്താണ്, അവർക്ക് ഈ നോ ടാക്സ് റിലീഫാണ് സംഭവിച്ചത്, നികുതി ഇളവ് ലഭിച്ചിട്ടില്ല അല്ലേ. ഇപ്പോൾ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വരൾച്ചയൊക്കെ വരുമ്പോൾ എന്താണ്, അവർക്ക് എന്താണ് ഒരു നികുതി ഇളവും ലഭിച്ചില്ല അല്ലേ. കൃഷി നശിച്ചാലും ഒരു നികുതി ഇളവും അവർക്ക് കൊടുത്തില്ല. ഫാമേഴ്സ് ഹാഡ് ടു റിലൈ ഓൺ മണി ലെൻഡേഴ്സ് ടു അവോയ്ഡ് ലൂസിങ് ദെയർ ഫാം ലാൻഡ് അല്ലേ. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ എന്താക്കി, മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നു അല്ലേ. ഡെപ്റ്റ് റിഡൻ ഫാമേഴ്സ് ലൂസ് ദെയർ ലാൻഡ്. അപ്പോൾ കിടക്കണിയിൽപ്പെട്ട കർഷകർക്ക് എന്താക്കി, അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. ഒന്നുകിൽ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്, ഇതിലാരെങ്കിലും ഒന്ന് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ ലൈക്ക് ദ പെസൻസ് ബ്രിട്ടീഷ് പോളിസീസ് മെയ്ഡ് ദ ലീവ്സ് ഓഫ് ആർട്ടിസൻസ് ഓൾസോ മിസറബിൾ. എന്താണ്, കർഷകരെ പോലെ തന്നെ എന്താണ്, ആർട്ടിസൻസ് അല്ലെ, കൈത്തൊഴിലുകളെയും ബ്രിട്ടീഷ് നയങ്ങൾ എന്താണ്, ബ്രിട്ടീഷ് പോളിസി ദുരിതത്തിലാക്കി അല്ലേ. ബ്രിട്ടനിൽ നിന്നുള്ള മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റ് ഫ്രം ബ്രിട്ടൻ ഇമ്പോർട്ടഡ് ടു ഇന്ത്യ. എന്താണ് മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റ്, ബ്രിട്ടനിൽ നിന്നുള്ള മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റ് എന്താക്കി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, നോക്കൂ, കോട്ടൺ, സിൽക്ക്, വൂൾ ക്ലോത്ത്സ്, പോട്രി, ലെതർ ആൻഡ് എഡിബിൾ സോയിൽ വാസ് ലോസ്റ്റ് അല്ലേ. അപ്പോൾ ഈ അവയുമായുള്ള മത്സരം മൂലം എന്താണ്, കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ ഈ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ,
പിന്നെ അതുപോലെ മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണിയൊക്കെ എന്താക്കി, നഷ്ടപ്പെട്ടു അല്ലേ. ഇത് എന്താണ്, ഈ ഹാൻഡിക്രാഫ്റ്റിനെ എന്താക്കി, കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി അല്ലേ. പലരും തങ്ങളുടെ പരമ്പരാഗത കൈത്തൊഴിലുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി അല്ലേ. എന്താണ്, പലരും എന്താക്കി, അവരുടെ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ ഒഴിവാക്കാൻ നിർബന്ധിതരായി അല്ലേ, ഉപേക്ഷിക്കാൻ. കാരണം ഇന്ന് അവർക്കൊന്നും കിട്ടുന്നില്ല, പൈസ ഒന്നും കിട്ടാതെ പിന്നെ അവർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണ് എന്ത്, ഓരോരുത്തർക്കും ദുരിതങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി തീർത്തത് അല്ലേ. നോക്കൂ, റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എന്താണ്, ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടം. അപ്പൊ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആൾക്കാർ ഉണ്ടാക്കിയില്ലേ, ഇനി എന്താക്കിയ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ് അല്ലേ. ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്വേഴ്സറി എഫക്റ്റഡ് വേരിയസ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. പീപ്പിൾ റയോട്ടഡ് അഗെയിൻസ്റ്റ് ദം. ലെറ്റ് us ഗെറ്റ് ടു നോ ഓഫ് സച്ച് റൈറ്റ്. എന്താണ്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു അല്ലേ. ജനങ്ങൾ അവർക്കെതിരെ എന്താക്കി, കലാപങ്ങൾ അല്ലേ, എന്താണ്, അവർക്ക് എന്താക്കി, അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലേ, അഗെയിൻസ്റ്റ് ആക്കി കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങൾ നമുക്ക് പരിചയപ്പെടാം അല്ലേ. റയോട്ട്സ്, എന്താ കലാപം എന്ന് പറഞ്ഞാൽ റയോട്ട്സ് അല്ലേ. വെൻ മോങ്സ് ഓൾസോ ബിക്കെയിം വാരിയർ, സന്യാസിമാരും പോരാളികളായപ്പോൾ അല്ലേ. സന്യാസിമാരെന്ന് പറഞ്ഞാൽ എന്താണ്, അടക്കി നിൽക്കുന്ന ഒരു സമാധാനം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പൊ അവര് വരെ എന്താക്കി, പോരാളികളായി അല്ലേ. ഇൻ 1773, 1773 ഒരു വേനൽക്കാലം ബംഗാളിലെ പദച്ചിഹ്നം എന്ന ഗ്രാമം, എന്താണ്, ബംഗാളിലെ പദച്ചിഹ്ന എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു, വിള ഉണങ്ങിപ്പോയി, നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. സർക്കാർ എന്താക്കി, ടാക്സ് കളക്ടിങ് ടാക്സ് എന്താക്കിയില്ല, സ്റ്റോപ്പ് ചെയ്തില്ല അല്ലെ. അവര് നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി അല്ലെ. അവരെന്താക്കി, അവര് ഇത് കർശനമായിട്ട് പിരിക്കാൻ വേണ്ടി അവർ നടന്നില്ലേ. അപ്പൊ എന്താക്കി, ബംഗാൾ ഭയങ്കര ഒരു കഷ്ടത്തിലായി അല്ലെ. ജനങ്ങൾ കഷ്ടപ്പെട്ടു, കന്നുകാലികളെ വിറ്റു, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു, വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു, വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു, ചിലർക്ക് വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നുകയായി. എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിഷപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റ് പോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. കണ്ടോ, ഇതിലാണ് വരുന്നത് അല്ലേ. ഇതിലാ കേഴ്സി ബങ്കിം ചന്ദ്ര ചാറ്റർജി അനന്തമാത് 7th DC ബുക്ക് അല്ലെ, അതിൽ എഴുതിയതാണ് അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ് അല്ലെ. അപ്പോൾ യു ഹാവ് റീഡ് ആൻ എക്സെപ്റ്റ് ഫ്രം ബങ്കിം ചന്ദ്ര ചാറ്റർജീസ് ബംഗാളി നോവൽ അനന്തമത് അല്ലെ. എന്താണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. ആനന്ദമഠം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളെ ദുരിതത്തെക്കുറിച്ചും ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമെന്നും ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അന്ന് ബംഗാളിൽ നടന്ന സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ വായിച്ചത് അല്ലേ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെയ്ഡ് നോ എഫേർട്ട് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഫിമീൻ ഇൻ ബംഗാൾ. അപ്പോൾ ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല അല്ലെ. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കുമെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെ. അവിടെ എന്താണ്, അവർക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താണ്, ഈ ബ്രിട്ടീഷുകാര് ഒരു ശ്രമം അവർക്ക് വേണ്ടി നടത്തിയില്ല. അവർ ടാക്സ് പിരിക്കാൻ മാത്രം എന്നിവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം അല്ലെ. അതിനെന്താക്കി, ഈ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ഒക്കെ എന്താക്കി, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. സന്യാസി, അപ്പൊ അതുകൊണ്ടാണ് സന്യാസിമാരെ എന്താക്കി ഇതില് ഈ യുദ്ധത്തിൽ എന്താക്കി, ഈ കലാപത്തിൽ പങ്കെടുത്തു അല്ലെ. അപ്പൊ ഇതിനെ സന്യാസി റിബല്യൻ എന്നും അറിയപ്പെട്ടു അല്ലെ, എന്നറിയപ്പെടുന്നു. സന്യാസിമാരോടൊപ്പം എന്താണ്, ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ പങ്കെടുത്തു അല്ലെ. along with the sannyasis, the fakirs
ഓൾസോ ജോയിൻ ദ റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് അല്ലേ. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താക്കി, ഫക്കീറന്മാരും എന്താക്കി, കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ എന്താണ്, സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നു അല്ലേ. അതുകൊണ്ട് ഈ കലാപത്തെ എന്താണ്, സന്യാസി ഫക്കീർ റെബല്യൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സന്യാസിമാരും ഫക്കീർമാരും എന്താക്കി, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി അല്ലേ, കലാപം നടത്തി. അതിനെ എന്താണ് സന്യാസി ഫക്കീർ റിബല്യൻ വിളിച്ചിരിക്കുന്നത്. ഭവാനി പന്തക് ആൻഡ് മജ്നു ഷാ ലെഡ് ദ സന്യാസി ഫക്കീർ റിബല്യൻ അല്ലേ. അപ്പൊ എന്താണ്, ഭവാനി പതക്കും മജ്നു ഷാ എന്നിവരായിരുന്നു എന്ത്, ആ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലേ. അപ്പൊ സന്യാസി ഫക്കീർ റിബല്യന് എന്താണ് ലീഡ് ചെയ്ത ആരാണ്, ഭവാനി പാതക്, സന്യാസിയായ ഭവാനി പാതക്കും അതുപോലെ ഫക്കീറായ മജ്നു ഷായും കൂടിയാണ് എന്തൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താൻ നേതൃത്വം നൽകിയത് അല്ലേ. ഓക്കെ, ദെൻ നോക്കൂ, വന്ദേ മാതരം. അവർ നാഷണൽ സോങ് ഈസ് ടേക്കൺ ഫ്രം ദ നോവൽ അനന്തമഡ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ ബംഗാളി ഇൻ 1882 അല്ലേ. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണിത് നമ്മുടെ നാഷണൽ സോങ് ആയ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് അല്ലേ. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായ ആനന്ദ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പോൾ വന്ദേ മാതരം എന്താന്നുള്ളത് മനസ്സിലായല്ലോ. വന്ദേ മാതരം നമ്മൾ നാഷണൽ സോങ് ആണ്. അത് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ആനന്ദമഠം എന്ന് പറഞ്ഞ ബുക്കിലാണ് എഴുതിയതാണ്. പിന്നെന്താണ്, ഇത് എന്താണ്, ഒരു ആ കഥയിലുള്ള ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായ വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നു അല്ലേ. ഇനി നോക്കിയേ, ഫ്രം അഗ്രികൾച്ചർ ടു റിബല്യൻ. ഇനി എന്താണ്, കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്. നോക്കിയേ, എന്താണ് നീലം പെസന്റ് റിവോൾട്ട്. എന്താണ് ഇവിടെ, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ, ബ്രിട്ടീഷ് കേഡൽ ഭരണത്തിന്റെ അല്ലെ, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് കാർഷിക ഇമ്പോർട്ടൻറ്റ് അഗ്രേറിയൻ റിവോൾട്ട് അല്ലേ. എന്താണ് പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നത് ബംഗാളിലെ നീലം കർഷക കലാപം അല്ലെ. നീലം പെസന്റ് റിവോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെതിരെ എന്താണ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം പെസന്റ് റിവോൾട്ട് എന്നാ നടന്നത് 1859 അല്ലേ. ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാം ഒന്ന് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാന്ന് നോക്കിയാൽ, ഒന്നാമത്തെ പോയിന്റ്, ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഫോഴ്സ്ഡ് ദ farmers to cultivate indigo plant, അമരി പ്ലാന്റ് ഫോർ ദ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ വില്ലേജസ് അല്ലെ. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ എന്താക്കി, കർഷകരെ നിർബന്ധിച്ചു. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. ഈ അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നെന്താണ്, ദ ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഇൻഡിഗോ ടു ദ ഫാർമേഴ്സ്. എന്താണ് നീലത്തിന് കമ്പോള വിലയേക്കാൾ അല്ലെ, എന്താണ് മാർക്കറ്റ് പ്രൈസിൻ്റെറ്റാലും എന്താണ് അതിനൊക്കെ താഴ്ന്ന വില മാത്രമാണ് എന്ത് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത് അല്ലെ. ഇറ്റ് ലെഡ് ടു ദ സെവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. എന്താണ് അപ്പോൾ ഇത് എന്താണ് നീലത്തിന് ഈ മാർക്കറ്റ് പ്രൈസിനേറ്റാണ് താഴ്ന്ന വില മാത്രമാണ് എന്താണ് കർഷകർക്ക് ഈ ബ്രിട്ടീഷുകാർ നൽകിയത് അല്ലേ. അപ്പോൾ എന്തായി, കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് എന്താക്കി ഇത് വഴി തെളിച്ചു അല്ലേ. വിത്ത് ദ ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ് എന്ന് പറഞ്ഞാൽ കളർ അല്ലേ, ദ ഡിമാൻഡ് ഓഫ് ഇൻഡിഗോ ഡിക്രീസ്ഡ് ആൻഡ് പോവർട്ടി ഇൻക്രീസ്ഡ്, ലെഫ്റ്റ് വിത്ത് ദ നോ അതർ ഓപ്ഷൻ, ദ പെസൻസ് ടേൺ ടു ദ പാത്ത് ഓഫ് അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഡൈസ് കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. ഇതൊക്കെയാണ് എന്ത് ഈ കലാപത്തിന് കാരണമായത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. നോക്കിയേ ഇവിടെ നോക്കിയേ, നീൽ ദർപ്പൻ ദ ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ. എന്താണ് നീൽ ദർപ്പൻ ഇസ് എ പ്ലേ റിട്ടൺ ബൈ ദിനബന്ധു മിത്ര ഇൻ 1860 ബേസ്ഡ് ഓൺ ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ അല്ലേ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണെന്ത് നീൽ ദർപ്പൺ എന്ന് പറഞ്ഞത് കേട്ടോ. നീൽ ദർപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാടകമാണ് കേട്ടോ. നോക്കൂ,
അടുത്തത് നോക്കിയോളെ. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എ ദിഗംബർ ബിസ്വാസ് ആൻഡ് വിഷ്ണു ബിസ്വാസ് that the revolt started. As riots spread across Bengal, farmers abandoned their indigo cultivation. Indigo factories were then attacked. When the farmers' resistance became strong, planters closed down the factories and the indigo cultivation almost disappeared from Bengal. അപ്പം നോക്കിയാൽ ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നത് ഈ നീലം റിവോൾട്ടിന് തുടക്കം കുറിച്ചത്. ബംഗാളിലുടനീളം ഈ റിവോൾട്ട് എന്താക്കി, കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് എന്താക്കി, ഈ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഓക്കെ, ഇൻഡിഗോ അപ്പോൾ എന്താണ് അവർ എന്താ പറഞ്ഞത്, ബംഗാളിലുടനീളം ഈ കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ എന്താക്കി, ഈ നീലം കൃഷി എന്താക്കി, ഇൻഡിഗോ കൾട്ടിവേഷൻ അവരെന്താക്കി, ഉപേക്ഷിച്ചു അല്ലേ, അബാൻഡൻ ചെയ്തു. തുടർന്ന് എന്താക്കി, നീലം ഫാക്ടറികൾ ആക്രമിച്ചു അല്ലേ, ഇൻഡിഗോ ഫാക്ടറീസ് എന്താക്കി, അവർ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ എന്താക്കി, ഈ പ്ലാന്റേഴ്സ് എന്താക്കി, അവരുടെ ഫാക്ടറീസ് ഒക്കെ അടച്ചു പൂട്ടി ബംഗാളിൽ. അതോടെ എന്താക്കി, ബംഗാളിൽ നീലം കൃഷി, ഈ ഇൻഡിഗോ അഗ്രികൾച്ചർ എന്താക്കി, ആ ഇൻഡിഗോ കൾട്ടിവേഷൻ അവർ ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു അല്ലേ. വെൻ ദ ഫോറസ്റ്റ് വോക്കപ്പ്, എന്താണ് നോക്കാം നമുക്ക്. ഏറ്റവും സാഹസികമായ ധൈര്യമാണ് എന്ത്, സാന്താളുകൾ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെട്ടത്, ദണ്ഡന വിധേയരാകുക എന്നറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. ഒരിക്കൽ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. കുടിലിന് നേരെ തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവസാനം വെടി നിർത്തി കുടിലിൽ പ്രവേശിച്ച പട്ടാളക്കാർക്ക് ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാനായത്. ഒരു പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പാഞ്ഞെടുത്ത വൃദ്ധൻ തൻ്റെ മഴി കൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി. കണ്ടോ, എന്താണ് ബിപിൻ ചന്ദ്ര ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എഴുതിയതാണ് അല്ലേ. അപ്പം അവിടെ എന്താണ്, അപ്പം ഈ സാന്താൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഭയങ്കര സാഹസികമായുള്ള ധൈര്യമാണ് അവർ എന്താണ് പ്രകടിപ്പിച്ചത് അല്ലേ. അപ്പം എപ്പോഴാണ് അവരെ പിടിച്ചിട്ട് അവരെ കൊല്ലുക എന്നൊന്നും അവർക്ക് അറിയില്ല അല്ലേ, അവർ കീഴടങ്ങാൻ തയ്യാറായില്ല. അങ്ങനെ എന്താക്കി, ഈ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടിയിട്ട് എന്താണ്, ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി അല്ലേ. കുടിലിൽ നേരെ തുരുതുരാ വെടിയുണ്ടകൾ എന്താണ് പട്ടാളക്കാർ വെച്ചു. അങ്ങനെ ഓരോ തവണയും എന്താണ്, ഓരോ ശരവർഷം കൊണ്ട് സാന്താളുകൾ എന്താക്കി, അവർക്ക് മറുപടി നൽകി. അവസാനം വെടി നിർത്തിയിട്ട് എന്താക്കി, അവർ ആ കുടിലിൽ പ്രവേശിച്ചപ്പോൾ എന്താക്കി, ആകെ ഒരു വൃദ്ധനെ മാത്രമാണ് കാണാനിടയായത് അല്ലേ. അപ്പോൾ ആ പട്ടാളക്കാരെ അയാളോട് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ എന്താണ്, ഇയാളെ മേലെ അടുത്തേക്ക് പാഞ്ഞെടുത്തിട്ട് തൻ്റെ മഴ കൊണ്ട് എന്താക്കി, ഈ അയാളെ വെട്ടി വീഴ്ത്തി. ഓക്കെ, above is a note that shows the bravery of Sandal tribal people. Why do you think the Sandal people fought against the British? അപ്പോൾ ഈ സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന കുറിപ്പാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക, അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അല്ലേ. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് ഈ സാന്താൾ അല്ലെ. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഒരു ഗോത്ര ജനവിഭാഗമാണെന്ത്, ഈ സാന്താള്. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഈ ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണവുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. അങ്ങനെ സാന്താൾ കലാപം മാറിയില്ലേ. അപ്പൊ എത്ര ആൾക്കാരെന്താണ് കൊല്ലപ്പെട്ടു അല്ലേ. ഇനി നോക്കിയേ, അപ്പൊ എന്താണ്, ട്രൈബൽ പീപ്പിൾ ആണ് ഈ സന്താള് അല്ലേ. അപ്പൊ ട്രൈബൽ പീപ്പിള് എന്താണ്, അവരെന്താക്കി, ഈ രാജ്മഹൽ ഹില്ലിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി പാർത്തവരാണ് അല്ലേ. 18th century. And the landlord unjustly extorted the unusers
usurers lent money and snatched their grain and forest resources in exchange. All this was done with the support of British. അല്ലേ? അപ്പോൾ അവിടെ എന്താണ്, ഈ ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്ലേ? ഇതെല്ലാം എന്താണ്, ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയായിരുന്നു. അല്ലേ? അപ്പോൾ ഭൂമിയുമായുള്ള ഈ ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ചൊന്നും എന്താണ് വലിയ ധാരണയൊന്നും ഈ ബ്രിട്ടീഷുകാർക്കില്ല. അപ്പോൾ ഇവർക്ക് എന്താ ഉള്ളത്, ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധി മാത്രമായിരുന്നു. അല്ലേ? അപ്പോൾ തങ്ങൾ നേരിട്ട ഈ പ്രശ്നത്തിന് എന്താണ്, ഈ ഗോത്രജനതയെ അണിനിരത്തിയിട്ട് എന്താക്കി, 1855 എന്താക്കി, ബ്രിട്ടീഷുകാർക്കെതിരെ സ്ട്രഗിൾ നടത്തി. അല്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവും കൻഹു ആയിരുന്നു. അല്ലേ? അവരെ എന്താക്കി, ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും എന്താണ്, ബ്രൂട്ടസ്ലി സപ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രൂരമായിട്ട് അടിച്ചമർത്തപ്പെട്ടെങ്കിലും എന്താണ്, ഗോത്രജനതയെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായങ്ങളായി ഈ എന്താണ് സന്താൽ റിബല്യം മാറി. ഓക്കെ. അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.